ഒരു നാഗത്തിന്റെ കൂടെ അമ്മുക്കുട്ടി ഒറ്റയ്ക്ക് മുറിയിലായതിൽ എല്ലാവരും പരിഭ്രമിക്കുന്നു. ഇത് കണ്ട് സന്തോഷിക്കുന്ന ദക്ഷകി ഒടുവിൽ ഈശ്വർ അമ്മുക്കുട്ടിയെ രക്ഷിക്കാൻ തറവാടിന്റെ മേൽക്കൂരയിൽ കയറി ഓടിളക്കി അമ്മുക്കുട്ടിയുടെ മുറിയിൽ ഇറങ്ങുന്നു. ദക്ഷകി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് താൻ മോചിതയായതിന്റെ കാരണം ഈശ്വറാണെന്നോർത്ത് അയാളെ വെറുതെ വിടുന്നു. അമ്മുക്കുട്ടിയെ രക്ഷപ്പെടുത്തി വരുന്ന ഈശ്വർ തറവാട്ടിൽ വൈഷ്ണവിയുടെ കല്യാണക്കാര്യം ചർച്ച ചെയ്യുന്നു. അത് കേട്ടുവന്ന വൈഷ്ണവി തനിക്ക് തൽക്കാലം കല്യാണം വേണ്ടെന്ന് രേണുകയോട് പറയുന്നു. അവൾ അതിനെ നിഷേധിക്കുന്നു. ഇക്കാര്യം കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്ന വൈഷ്ണവി. ഇനി തുടർന്ന് കാണുക. എന്റെ മനസ്സിലൊരു വഴി തെളിയുന്നുണ്ട്. എന്ത് വഴി? നിന്റെ ദക്ഷകയെ വരുത്തി പയ്യനെ ഓടിക്കാന്നാണോ? അതൊന്നും അല്ലളിയ. വൈഷ്ണവിയുടെ കല്യാണം ഈ മനയിലുള്ളവർ നടത്താതിരിക്കാനുള്ള ഒരു ഉഗ്രൻ സംഗതിയാ ഞാൻ പറയാൻ പോകുന്നേ. അതെന്ത് സംഗതി? വൈഷ്ണവി, നീ ഇവിടെ ആരോടും പറയാതെ വച്ചിരിക്കുന്ന ആ സ്വപ്ന ദർശനത്തിന്റെ കാര്യമില്ലേ, അതിനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും തുറന്നു പറ. അതോടെ നിന്റെ കല്യാണം തന്നെ മനയിലുള്ളവർ വേണ്ടെന്ന് വെക്കില്ലേ? കൊള്ളാം, നല്ല സൂപ്പർ ഐഡിയ. ഈ വിവരം ചെന്ന് പറഞ്ഞാ അതോടെ ഇവളെ പിടിച്ച് എല്ലാരും കൂടി നാഗമടത്ത് അമ്മയാക്കി പടിയേറ്റ് നടത്തും. പിന്നെ രാഹുലിന് പെട്ടിയും കിടക്കെ എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങാം. ഇവർക്ക് പിന്നീട് ഒരിക്കലും ഒരുമിക്കാനും ആവില്ല. ഓ, അത് ഞാൻ ഓർത്തില്ലടാ. നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർക്കണ്ട. ഈശ്വരേ, വേറെ വഴിയൊന്നുമില്ലേ? വഴിയൊക്കെ ഉണ്ട്. ഏത് പ്രശ്നം പരിഹരിക്കാൻ ഈ ലോകത്ത് വഴിയൊക്കെ ഉണ്ട് രാഹുൽ. ഇവിടെയും വഴിയുണ്ട്. ഈ വിവാഹാലോചന മുടക്കണം. അതാണ് ഇപ്പോൾ ഉള്ള ഒരേ ഒരു വഴി. എങ്ങനെ മുടക്കും? നമുക്ക് പയ്യന്റെ വീട്ടുകാർക്കിട്ട് ഒരു പണി കൊടുത്താലോ? അതൊന്നും വേണ്ട. ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താ പിന്നെ ഇവിടെയുള്ളവർക്ക് സംശയം തോന്നും. പിന്നെന്ത് ചെയ്യും? പിന്നെ വേറൊരാളുടെ സഹായം തേടേണ്ടി വരും. ആരുടെ? ഉണ്ണിയേട്ടാ. അല്ല, ഉണ്ണി തിരുമേനി. ആരടാ എന്നെ തിരുമേനി എന്ന് വിളിക്കാൻ പറഞ്ഞേ? അല്ല, അത് പിന്നെ ഞാൻ... നിന്നോട് ആരാ എന്നെ തിരുമേനി എന്ന് വിളിക്കാൻ പറഞ്ഞെന്ന്? അല്ല, ആരും പറഞ്ഞില്ല. ഉണ്ണിയേട്ടന്റെ സ്നേഹമുള്ള മുഖം കണ്ട ആരാ തിരുമേനി വിളിക്കാത്തെ, അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെ ആരും എന്നെ വിളിക്കണ്ട. ആ വിളി എനിക്കിഷ്ടമല്ല. ഉണ്ണിയേട്ടാ, അവൻ പറഞ്ഞത് കാര്യാക്കണ്ട. അതെ ഉണ്ണിയേട്ടാ, ഇവനിങ്ങനെ പല അബദ്ധങ്ങളും പറയും. ഡോ കാര്യം സാധിക്കാൻ വേണ്ടി നീക്കെന്നെ കറിവേപ്പിലാക്കണോ? എന്ത് കാര്യമാണ് നിനക്കൊക്കെ സാധിക്കാനുള്ളത്? അല്ല, അപ്പോ ഈ മനയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ണിയേട്ടൻ അറിയാറില്ലേ? അറിയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങള് ഞാൻ അറിയാൻ ശ്രമിക്കാറില്ല. അറിയാൻ താല്പര്യമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമായിരിക്കും അളിയാ. ഒന്നും മിണ്ടാതെ നിക്കടാ. ഓ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ? ഞങ്ങള് ഉണ്ണിയേട്ടനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതാ. ഉണ്ണിയേട്ടന് വാട്സപ്പ് ഉണ്ടോ? FB-യിലുണ്ടോ? അല്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് ഒരുത്തന്നെ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമില്ല. ഉണ്ണി നമ്പൂതിരിക്ക് ഈ ലോകത്ത് ഫ്രണ്ട്സ് ഇല്ല. അതിപ്പോഴാ അറിയുന്നത്. നിന്റെയൊക്കെ ഉദ്ദേശത്തിന് വേറെ ആളെ നോക്ക്. ഉണ്ണിയേട്ടാ, ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, വൈഷ്ണവിയുടെ കാര്യം. വൈഷ്ണവിയുടെ എന്ത് കാര്യം? അത് വൈഷ്ണവിയുടെ കല്യാണക്കാരി ഉണ്ണിയേട്ടാ. നീയൊക്കെ ഇവിടെ വന്നത് വൈഷ്ണവിയെ കല്യാണം കഴിപ്പിക്കാനാണോ? അയ്യോ, അല്ലല്ല, ഞങ്ങൾ വന്നത് കല്യാണം മുടക്കാനല്ലേ. ഉണ്ണിയേട്ടാ, അവൻ അറിയാതെ പറഞ്ഞതാ. സത്യത്തിൽ ഇവൻ ഉദ്ദേശിച്ച അതല്ല. അതെ, പിന്നെന്താ നീയൊക്കെ ഉദ്ദേശിക്കുന്നേ? ഉണ്ണിയേട്ടാ, വൈഷ്ണവിയുടെ മനസ്സറിഞ്ഞിട്ടാ ഞങ്ങൾ പറയുന്നത്. അവൾക്കൊരു കല്യാണാലോചന വന്നിരിക്കുന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല. അതെന്താ ഇഷ്ടമല്ലാത്തത്? ഉണ്ണിയേട്ടാ, വൈഷ്ണവി ഒരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അയാൾ മാത്രമേ അവള് വിവാഹം കഴിക്കൂ. ആരാടെ അവള് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? പറടാ, ആരാടാ വൈഷ്ണവി മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉണ്ണിയേട്ടാ. അതാരാണെന്ന് അവൾക്കല്ലേ അറിയൂ. അളിയോ, ഈശ്വരല്ലേ നമ്മുടെ അടങ്ങി നിക്കടാ, അല്ലെങ്കിൽ നീ അടി വാങ്ങും. ഇക്കാര്യം നിങ്ങൾ എന്തിനാ എന്നോട് പറഞ്ഞു? ഈ കല്യാണക്കാര്യത്തില് ഉണ്ണിയേട്ടൻ ഇടപെട്ട് എന്തെങ്കിലും ചെയ്തു തരണം. മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റാതെ വന്ന അവൾ ഇവിടത്തെ കൊളത്തിച്ചാടി ചാവൂന്നാ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ണിയേട്ടനെ കാണാൻ വന്നത്.
ഉണ്ണിയേട്ടൻ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യോ? അതിന് ഞാനെന്താ പറഞ്ഞേ? ഈശ്വരളിയാ, അയാളൊന്നും പറഞ്ഞില്ലല്ലോ. കക്ഷി ഇടപെടുന്ന എനിക്ക് തോന്നില്ല. അയാള് മൊത്തത്തിൽ പ്രശ്നമാക്കോ? നമുക്ക് നോക്കാം. നിങ്ങൾ വാ. എന്നിട്ട് രാഹുൽ എവിടെ പോയി? പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതല് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല. ഉണ്ണിയേട്ടന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം കിട്ടാതെ വന്നതോടെ അവൻ മുറിയിലേക്ക് പോയി. ഇപ്പൊ അവന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്കാണ് കരച്ചിൽ വരുന്നത്. ഉണ്ണിയേട്ടനുമായി സംസാരിക്കുമ്പോ തന്നെ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ വല്ലാതെ ഡെസ്പായിരുന്നു. ഉണ്ണിയേട്ടനൊന്നും പറയാതെ പോയ സ്ഥിതിക്ക് ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചത് ഉണ്ണിയേട്ടൻ രേണുവെടുത്തിയോട് പറയുമെന്ന് എന്റെ പേടി. അക്കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. നീ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളെ കല്യാണം കഴിക്കാതെ വന്ന നീ ഇവിടത്തെ കുളത്തിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ? ഉണ്ണിയേട്ടനെ ഇക്കാര്യത്തിൽ ഇടപെടുത്താൻ വേണ്ടി ഞങ്ങൾക്കല്പം കടന്നു പറയേണ്ടി വന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയില്ലേ? പക്ഷെ ഉണ്ണിയേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അയാളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ഈ വിഷയത്തിൽ ഇടപെടും. അതിന് ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, അത് അയാൾക്ക് നമ്മൾ വന്നപ്പോ തൊട്ടേ ഒരു ഉടക്ക് മൂടല്ലേ. വൈഷ്ണവിക്കൊപ്പം നമ്മളിവിടെ വന്നതും ഇവിടെ താമസിക്കുന്നതും ഉണ്ണിയേട്ടൻ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അയാൾ അനുകൂലമായിട്ടൊന്നും പറയാതെ പോയത്. ഇനിയിപ്പോ അയാളെ അനുകൂലമാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കൽ കൂടി ശ്രമിച്ച ഉണ്ണിയേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടും. വീണ്ടും ഈ കാര്യം പറഞ്ഞ് അയാളെ സമീപിച്ച പ്രതികരണം മോശമായാലോ? അയാൾക്ക് അടിക്കാൻ തോന്നുമ്പോ എന്നെ അടിക്കുള്ളൂ. എന്നെ അടിയൊളിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകുന്നത്? അതൊന്നും വേണ്ട ഈശ്വർ. വൈഷ്ണവി, ഇക്കാര്യത്തിൽ ഉണ്ണിയേട്ടൻ അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും ഒരിടങ്കോലിടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ണിയേട്ടനെ തന്നെ ഇടപെടുത്തണം. നിനക്ക് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഒരു സൂപ്പർ പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ പ്ലാൻ നടപ്പാകണമെങ്കിൽ വൈഷ്ണവി തന്നെ മനസ്സ് വെക്കണം. അതെന്ത് പ്ലാനാ? എടി, നിനക്ക് രാഹുലിന് വേണ്ടത് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആലോചന ഒഴിവായി പോണമെന്നല്ലേ? അതിന് ഉണ്ണിയേട്ടന്റെ ഇടപെടലല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഉണ്ണിയേട്ടനെ കയ്യിലെടുക്കണം. അതെങ്ങനെ? അതൊക്കെ വൈഷ്ണവ് വിചാരിച്ച ഈസി ആയിട്ട് നടക്കും. ഞാൻ പറയുന്ന പോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി, കാര്യം നടക്കും. അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ പറയുന്ന പോലെയൊക്കെ നടക്കുവോ? എന്താ നിങ്ങളുടെ പ്ലാൻ? അതെന്താന്ന് പറ. നമുക്ക് നോക്കാം. അമ്മായി, ആ എന്താ മോളെ? ഉണ്ണിയേട്ടൻ എവിടെ? അവൻ മുകളിലുണ്ടാവും. അവൻ എന്നോട് വഴക്കിട്ട് പിണങ്ങി ഇരിക്കാൻ തോന്നുന്നു. അമ്മായിയോട് ഉണ്ണിയേട്ടൻ എന്തിനാ വഴക്കിട്ടത്? എന്നോട് വഴക്കിടാൻ അവന് പ്രത്യേകിച്ച് വല്ല കാരണവും വേണോ മോളെ? ആരോടെങ്കിലും ദേഷ്യം തോന്നിയാ അതെല്ലാം എന്നോടാ തീർക്കണത്. ഇപ്പെന്താ പ്രശ്നം? പുറത്തു പോയി വന്നതിന് ശേഷം ഉണ്ണിക്ക് എന്തോ ദേഷ്യമുണ്ട്. ഞാൻ ചോദിച്ചിട്ട് എന്താന്ന് പറയണൂല്ല. ആരെങ്കിലും അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതെന്താന്നവൻ തുറന്നു പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച വിഷയമായിരിക്കോ ഉണ്ണിയേട്ടന് പ്രശ്നമായത്? എന്താ മോളെ, ഉണ്ണിയെ കാണുന്നില്ലേ? നീ മോളിലോട്ട് ചെല്ല്. അയ്യോ, ഉണ്ണിയേട്ടൻ എന്നോട് ദേഷ്യം കാണിച്ചാലോ? ഞാൻ ഉണ്ണിയേട്ടനെ പിന്നീട് കാണാം അമ്മായി. മോളോട് ഉണ്ണിക്ക് ഒരു ദേഷ്യം ഉണ്ടാവില്ല. അല്ലേലും നിന്റെ വലിയ കാര്യം അവന്. അന്നത്തെ ആ സിറ്റിയിലെ സംഭവം നടന്നപ്പോഴേ അവനിവിടെ ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഫോൺ വിളി വന്നപ്പോഴാ അന്നുണ്ണിക്ക് ശ്വാസം നേരെ വീണത്. മോളോട് ഒരു ദേഷ്യം അവൻ കാണിക്കില്ല. മോള് മുകളിലേക്ക് ചെന്ന് അവനെ കാണ്. അവന്റെ പിണക്കം അങ്ങനെ മാറുകയാണെങ്കിൽ അങ്ങോട്ട് മാറട്ടെ. ഉണ്ണിയേട്ടനോട് അതെല്ലാം എങ്ങനെ പറയും? ഉണ്ണിയേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ. ഒച്ച വെച്ച് ഇവിടെ ആരെങ്കിലും കേട്ടാ വലിയ പ്രശ്നമാവുകയും ചെയ്യും. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്തിനാ വന്നത്? ഉണ്ണിയേട്ടൻ അമ്മായിയോട് എന്തിനാ പിണങ്ങിയത്? അത് വേറൊരു കാര്യം. നീ എന്തിനാ വന്നെന്ന് പറ. നിന്റെ കൂട്ടുകാരെന്നെ കാണാൻ വന്നിരുന്നു.
അത് പറയാനാണോ? അത് പിന്നെ എനിക്ക് ഉണ്ണിയേട്ടനെ തനിച്ചൊന്ന് കാണണമായിരുന്നു. അത് പറയാനാ വന്നത്. നീ എന്തിനാ എന്നെ തനിച്ചാണെന്ന്? തനിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ തനിച്ചല്ലേ? എന്താ വെച്ചാ പറഞ്ഞോ. ഇവിടെ വെച്ച അക്കാര്യം പറഞ്ഞാ ശരിയാവില്ല ഉണ്ണിയേട്ടാ. അതെന്താ ശരിയാവത്തെ? ഉണ്ണിയേട്ടന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞത്. ഉണ്ണിയേട്ടൻ നമ്മുടെ കൊളക്കടവിലേക്കൊന്ന് വരുമോ? അവിടെ വരുമ്പോ ഞാൻ കാര്യം പറയാം. ഞാനവിടെ കാത്തു നിൽക്കും. ഉണ്ണിയേട്ടൻ വരണം. വരുമോ? ഇക്കാര്യം ആരോടും പറയണ്ട. എന്ന് ഞാൻ പോട്ടെ. ഉണ്ണിയേട്ടൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്കെന്താ പറയാനുള്ള വെച്ചാ പറ. ഉണ്ണിയേട്ടൻ ഈയിടെയായിട്ട് ഗൗരവം അല്പം കൂടുതലാ. ദേഷ്യം വന്ന ഒരു കൺട്രോളും ഇല്ല. ഉണ്ണിയേട്ടൻ എന്താ എല്ലാരോടും ഇങ്ങനെ? ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നെ ഇനി മാറ്റാൻ ആർക്കാവില്ല. ഉണ്ണിയേട്ടൻ മാറണം. ഉണ്ണിയേട്ടനെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞാലേ മാറാൻ പറ്റൂ. ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. അല്ല, എനിക്കൊന്നും തോന്നിയിട്ടുമില്ല. നീ കാര്യം എന്താ വെച്ചാ പറ. ഈ കുളം ഉണ്ണിയേട്ടൻ എന്നും കാണുന്ന ഒരിടമാണ്. ഉണ്ണിയേട്ടന് ഓർമ്മയില്ലെങ്കിലും എനിക്ക് പഴയ ചിലതൊക്കെ ഓർമ്മയുണ്ട്. ഞാനതൊന്നും ഓർക്കാറില്ല. എന്തിനാ പഴയകാലൊക്കെ ഓർക്കുന്നത്? മനസ്സിന് മുറിവുകളും വേദനയും സമ്മാനിച്ച ബാല്യവും കൗമാരവും ഒക്കെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. എനിക്ക് പോണം. ഉണ്ണിയേട്ടാ, എനിക്ക് ഉണ്ണിയേട്ടന്റെ ഒരു സഹായം വേണം. നിന്റെ കൂട്ടുകാരെ സൂചിപ്പിച്ച കല്യാണക്കാരിയാണോ? അതെ ഉണ്ണിയേട്ടാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. പക്ഷെ അച്ഛനും അമ്മയും കൂടെ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അനുകൂലിച്ചിരിക്കുക അവര്. എനിക്ക് ഈ കല്യാണം വേണ്ട ഉണ്ണിയേട്ടാ. നിനക്കെന്തേ കല്യാണം വേണ്ടാത്ത? എനിക്ക് വേണ്ട, അത്ര തന്നെ. പെൺകുട്ടികൾ കല്യാണപ്രായം എത്തുമ്പോ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമല്ലേ ഇത്? കല്യാണാലോചന നടക്കട്ടെ, അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അതിനൊരു കാരണമുണ്ട് ഉണ്ണിയേട്ടാ. എന്ത് കാരണം? ഞാൻ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാരാ? ആ വ്യക്തി ഈ മനയിലുണ്ട്. അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. നീ ആരെയാ ഉദ്ദേശിക്കുന്നത്? നിന്റെ കൂട്ടുകാരെ അതെന്നോട് പറഞ്ഞു. നീ ആരാന്ന് വെച്ചാ പറ. ഇപ്പൊ ഞാനത് പറയുന്നില്ല. പറയാൻ സമയമാകുമ്പോ ഞാൻ തന്നെ ഉണ്ണിയേട്ടനോട് അത് ആരാന്ന് പറയാം. അതുകൊണ്ട് ഇപ്പൊ ഉണ്ണിയേട്ടൻ എങ്ങനെയെങ്കിലും എനിക്ക് വന്നിരിക്കുന്ന ഈ ആലോചന മുടക്കണം. അതിന് എനിക്ക് ഉണ്ണിയേട്ടന്റെ സഹായം കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടിയാ എന്റെ ഫ്രണ്ട്സ് ഉണ്ണിയേട്ടനെ കാണാൻ വന്നത്. എങ്ങനെയെങ്കിലും എന്നെ ഈ കല്യാണാലോചനയെന്ന് ഒന്ന് രക്ഷിച്ചു തരുമോ? ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ? ഇതിനായിരുന്നോ നീ എന്നെ കാണാൻ വിളിച്ചത്? അത് ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ? വൈഷ്ണവി, എന്തായി? കക്ഷി നമ്മുടെ വലയിൽ വീണോ? ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പക്ഷെ ഉണ്ണിയേട്ടൻ അതിന് തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോ ഉണ്ണിയേട്ടൻ നമ്മുടെ വഴിക്ക് വരില്ലേ? എനിക്ക് തോന്നുന്നു ഉണ്ണിയേട്ടൻ ആ കാവിലേക്കുള്ള വഴിക്ക് പോയെന്നാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ നീ ഉദ്ദേശിക്കണ്ട. അപ്പോ ഉണ്ണിയേട്ടൻ ഈ കല്യാണാലോചന മുടക്കില്ലേ? ഉണ്ണിയേട്ടൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ വരും സ്വാതി. നമ്മുടെ വഴിയിലേക്ക് തന്നെ വരും. എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്തായിരിക്കും? അത് നമുക്ക് കാത്തിരുന്ന് കാണടാ. കുഞ്ഞുകുട്ടി, സപ്തതി ആഘോഷത്തിന്റെ തീയതിയും മുഹൂർത്തവും കുറിച്ചു കിട്ടിയിട്ടുണ്ട്. മേലെടുത്തുനിന്ന് ഞാൻ പോയി വാങ്ങി. നന്നായി. തീയതി കുറിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ തകൃതിയായി ആലോചിച്ച് നടത്താലോ. സദ്യവട്ടത്തിന് പതിവ് പോലെ മേനോത്ത് ദാമോദരൻ തമ്പുരി തന്നെ ഏൽപ്പിക്കാം. അതെ,
മേനോത്തെ ദാമോദരൻ നമ്പൂരി ആവുമ്പോ സദ്യവട്ടത്തിന് ഒരു കലയൊക്കെ ഉണ്ടാകും, കേമമാവും. രേണു, പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ? നമ്മൾ അറിയാത്ത ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഇല്ലേ മുത്തശ്ശി, ആരും ഇതുവരെ അങ്ങനൊരു ബന്ധത്വം പറഞ്ഞ് വിളിക്കുകയോ വരികയോ ചെയ്തിട്ടില്ല. പരസ്യം കൊടുത്തതല്ലേ ഉള്ളൂ, ആരെങ്കിലും വരാതിരിക്കില്ലേ? അതെ, അങ്ങനെ തന്നെ വിചാരിക്കാം. ഇക്കാലത്ത് ടി വി ആണല്ലോ പ്രധാനം. ടി വിയിൽ പരസ്യം കൊടുത്ത കാര്യങ്ങൾ എളുപ്പമാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ പ്രമുഖ ദിനപത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഫലം കിട്ടാണ്ടിരിക്കില്ലേ മുത്തശ്ശി? ദേവപ്രശ്ന വിധിയിലെ കാഴ്ച നമ്മുടെ കുലത്തിലെ ഏതെങ്കിലും സ്ത്രീരത്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം അറിയാൻ ഇവിടെ വന്നല്ലേ പറ്റൂ. ആ സ്ത്രീ ഇവിടെ വരാതിരിക്കുകയും ആ കാഴ്ചയുടെ പ്രാധാന്യം അറിയാതെ പോവുകയും ചെയ്താ എന്താ പിന്നെ ചെയ്യാ? അങ്ങനെ ഒരു സ്ത്രീക്ക് ദേവി ആ കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ ദേവി തന്നെ ഈ മനയിൽ എത്തിക്കും മുത്തശ്ശി. അതെ, അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ നാഗദേവിയോട് തന്നെ പ്രാർത്ഥിക്കാം. അതിനിടയിൽ ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വൈഷ്ണവിയുടെ കാര്യമാണ്. കല്യാണക്കാരിയല്ലേ? അതെ അമ്മായി, ആ ഡോക്ടർ പ്രവീൺ നമ്പൂതിരി അയാളുടെ ബന്ധത്തിലുള്ള ഒരു പയ്യന് വേണ്ടി കുറെ നിർബന്ധിക്കുന്നുണ്ട്. പയ്യന്റെ വീട്ടുകാർ പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെന്ന് ചോദിക്കണോ? അവര് തമ്മിൽ ഇഷ്ടമായാൽ ബാക്കി കാര്യങ്ങൾ മുറ പോലെ ആലോചിച്ച് ചെയ്താൽ മതിയല്ലോ. അതൊരു നല്ല കാര്യമാണല്ലോ മുത്തശ്ശി. പയ്യനും വൈഷ്ണവിയും തമ്മിൽ ഇഷ്ടപ്പെട്ട നമുക്ക് വിവാഹ നിശ്ചയം നടത്തിവെക്കാം. വിവാഹം പുതിയ നാഗമടത്തമ്മയുടെ പടിയേറ്റിന് ശേഷമായാലും മതിയല്ലോ. അത് ശരിയാ. പകുതി ബന്ധമായാൽ അവർക്ക് ഇവിടുത്തെ സപ്തതിയിൽ പങ്കാളിയാവാമല്ലോ. എന്നാ പിന്നെ പയ്യൻ വന്ന് വൈഷ്ണവിയെ കാണട്ടെ. വൈഷ്ണവിക്ക് കല്യാണം നടത്താൻ ഉറച്ച സ്ഥിതിക്ക് പെണ്ണ് കാണൽ നടന്നല്ലേ പറ്റൂ. അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതെവിടെ പോയി? ഇവിടെ വെച്ചതാണല്ലോ. അളിയന്റെ ബാഗ്. എടാ ബാഗ് തൊട്ടുപോലോ. എന്താടാ തൊട്ടാൽ? ഇതിനകത്ത് തൊട്ട കൈ പൊള്ളുന്ന സാധനം വല്ലതും ഉണ്ടോ? അല്ല, ഇതിൽ തൊട്ട കൈ പൊള്ളുന്ന സാധനമൊന്നുമില്ല, പക്ഷേ കൈ നാർന്ന ചില സാധനങ്ങളുണ്ട്. അല്ല, ചില കഴുകാത്ത സാധനങ്ങളെ. അതെ, ഇപ്പളിന് മനസ്സിലായി കാണൂലല്ലേ? വൃത്തികെട്ടവൻ. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ഇത് സിറ്റിയിലെ ഫ്ലാറ്റ് അല്ല, പരിശുദ്ധമായ ഒരു മനയാണെന്ന്. ഓ, ഇവൻ അവിടത്തെ പോലെ ഇവിടെയും തുടങ്ങിയല്ലോ. ഒരു മാറ്റില്ലല്ലേ? അളിയാ, ഡീസന്റ് ആയ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ഇതിലും ഭേദം നീയൊക്കെ എന്നെ വല്ല അണുബോംബ് ഇട്ട് കൊല്ലുന്നതാ. കണ്ടോ കണ്ടോ, അണുബോംബ് ഇട്ട് തന്നെ ഇവനെ കൊല്ലണമെന്ന് പറയുന്നത് എന്തിനാന്നറിയോ? കൂടെ നമ്മളും തീർന്നു കിട്ടുമല്ലോ. എന്റെ ദൈവമേ, വന്ന് വന്ന് മനുഷ്യനൊരു ഉപമ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണോ? നീ എന്താ നോക്കുന്നേ? ഓ, അവനവന്റെ സാധനങ്ങളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കുന്ന നന്നായിരിക്കും. ഈ മനയുടെ അന്തസ് കാക്കണ്ടേ? അളിയ, ഞാൻ ശരിക്കും അളിയനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. രാഹുലേ, എന്റെ പെൻ ക്യാമറ നീ കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനത് സ്വപ്നത്തിൽ പോലും കണ്ടില്ല. നിങ്ങളാരും ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ അതെവിടെ പോയി? അളിയന്റെ പെൻ ക്യാമറ എവിടെ പോവാനാ? അതിവിടെ എവിടെയെങ്കിലും കാണുന്നേ. നീ നന്നായി നോക്കടാ. അന്ന് നമ്മൾ കാവിൽ പോയപ്പോ ഞാനതും കൊണ്ടുവരുന്നു. ആ നാഗപ്പുറ്റിന്റെ ചില ചിത്രങ്ങൾ എടുക്കാൻ തിരികെ കൊണ്ടുവന്നതായിട്ടാണ് എന്റെ ഓർമ്മ. എങ്കി അത് കാവില് വീണുപോയിട്ടുണ്ടാവും. കാവിലത് വീണുപോയിട്ടുണ്ടാവും? അത് അവിടെ എങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെടുക്കും? കാവിലാരും കയറാൻ പാടില്ല എന്നല്ലേ ഇവിടുത്തെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നേ. എങ്കി പിന്നെ ആ പെൻ ക്യാമറ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കതങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എന്നെ ചില ഇമ്പോർട്ടന്റ് ആയ സംഗതികൾ അതിനകത്തുണ്ട്. ആണോ? പക്ഷെ എന്നാ എങ്ങനെ കാവിൽ പോയി നോക്കും? അത് വലിയ പ്രശ്നമാവില്ല അളിയ. നിങ്ങൾ എന്നോട് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. നമ്മൾ ഗ്രൂപ്പായി പോകുമ്പോഴല്ലേ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. ആ, അത് ശരിയാ. രാഹുലേ, മനയിൽ ആര് ചോദിച്ചാലും ഞാനിപ്പോ കാവിൽ പോകുന്ന കാര്യം ആരും പറയണ്ട. ഓ, നീ എവിടെ പോവാ? ഞാനിപ്പോ വരാം, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. രാഹുൽ, ഈശ്വരൻ എവിടെ പോയതാ? അല്ല, അവൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ?
ഉണ്ടാകുന്നതുവരെ ഭക്തജനങ്ങൾക്ക് കാവിലേക്ക് പ്രവേശനമില്ല. കേറിയേ പറ്റുള്ളല്ലോ. ഇനി ആരെങ്കിലും കണ്ട് കുഴപ്പമാവും. എത്തിയോ ഈശ്വർ? വരിക, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പം ആരും ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങാം. അവിടെ നിക്കാൻ. എന്താ നേരെ വീട്ടിൽ നേരത്തെ കാവിലേക്ക് പോകുന്നേ? ഈ അറിയിപ്പ് ബോർഡ് കണ്ടില്ലേ? കണ്ടു. ഞാൻ വന്നത് അമ്മാവ, എൻ്റെ ഒരു സാധനം മിസ്സായി. അതാ കാവിൽ വീണ് കിടപ്പണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം നഷ്ടപ്പെട്ടാലും ഇപ്പൊ കാവിനകത്ത് കയറാൻ പറ്റില്ല. തിരികെ പോ. അമ്മാവ, പോകാൻ തന്നോടാ പറഞ്ഞ പോകാൻ. ഇവനോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്കറിയാം ഈശ്വർ, നീ ഇവിടേക്ക് തന്നെ വരും. വരിക, എന്റെ അടുത്തേക്ക് തന്നെ തനിച്ചു വരിക. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അന്ന് നാഗപ്പുറ്റിനടുത്തല്ലേ ക്യാമറ ആയിട്ട് പോയത്? അപ്പോ ആ നാഗപ്പുറ്റിനടുത്ത് തന്നെ കിടപ്പുണ്ടാവും. അവിടെ പോയി നോക്കാം. ഈശ്വർ, നിന്നെ ഞാനൊരു ആയുധമാക്കാൻ പോവുകയാണ്. നാഗപ്പുറ്റിനകത്ത് നീ ഇപ്പോൾ സ്പർശിക്കും. അത് നീ സ്പർശിക്കുന്നതോടെ നിനക്കെന്റെ സ്പർശനമേൽക്കും. അതോടെ നീ എന്റെ അടിമയായി തീരും. പിന്നെ ഞാൻ നിയന്ത്രിക്കും നിന്റെ മനസ്സിനെ. ആ നാഗപ്പുറ്റൊന്നുകൂടി പരിശോധിച്ചാലോ? നാഗമാണിക്യത്തിന്റെ അംശമുണ്ടെന്നറിയാൻ ഇതാണ് പറ്റിയ അവസരം. അവിടെ ഒന്നുകൂടെ പോയി നോക്കാം.